എവർക്കും നമസ്കാരം. തൃശ്ശൂർ സേമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ സൈൻ ഇൻ ചെയ്തിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് നേരിട്ട് ആ വീഡിയോ കാണാം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ രണ്ടാമത്തെ ഭാഗം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നാം എനർജി ചേഞ്ചസ് അല്ലെങ്കിൽ ഊർജ പരിവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ താപഫലത്തെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വൈദ്യുതിയുടെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ചില ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ചില വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ചില ഉപകരണങ്ങളുടെ പേരൊന്ന് എഴുതി നോക്കൂ. വൈദ്യുത ഹീറ്റർ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുത ഇസ്ത്രിപ്പെട്ടി അയൺ ബോക്സ് വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ ഉപകരണങ്ങളിലെല്ലാം വൈദ്യുതിയുടെ താപഫലം ആണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. All the devices mentioned above, for example, electric heater, electric iron box, then induction cooker, all these electric devices make use of the heating effect of electrical energy. ഇനി എങ്ങനെയാണ് ഈ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രം കണ്ടു നോക്കും. ചിത്രത്തിൽ ഒരു നിക്രോം വയർ ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നിക്രോം എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അതായത് റെസിസ്റ്റൻസ് കൂടിയ, പ്രതിരോധം കൂടിയ ഒരു അലോയ് അല്ലെങ്കിൽ ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്കൽ, ക്രോമിയം, അയൺ തുടങ്ങിയവയുടെ ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൂടുതലാണ് എന്നുള്ളതാണ് നിക്രോമിന്റെ പ്രത്യേകത. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിക്രോം വയർ ചൂടാവുന്നത് കാണാം. നിക്രോം വയർ ചൂടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജം ഒരിക്കലും നമുക്ക് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല. നത്തിങ് ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം നത്തിങ്നെസ്. ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല. ലോ ഓഫ് എനർജി കൺസർവേഷൻ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഊർജ സംരക്ഷണ നിയമം. അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിക്രോമിൽ താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ താപം മറ്റേതെങ്കിലും ഒരു ഊർജ രൂപത്തിൽ നിന്നായിരിക്കണം മാറ്റപ്പെട്ടിട്ടുണ്ടാവുക. ഇവിടെ നാം നിക്രോമിലേക്ക് കൊടുക്കുന്ന ഊർജം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജമാണ്, ഇലക്ട്രിക്കൽ എനർജിയാണ്. സോ ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെയും ഒരു ഊർജ സംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നുണ്ട്. സോ ദിസ് എക്സ്പെരിമെന്റ് ഓൾസോ ഒബേസ് ദ ലോ ഓഫ് എനർജി കൺസർവേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഊർജ മാറ്റം ഉണ്ടാവുന്നത് എന്ന് നോക്കാം. Let's see how does this energy change happen. മറ്റൊരു ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രത്തിൽ ഒരു റെസിസ്റ്റൻസിന് കുറുകെ വോൾട്ട്മീറ്റർ സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ സർക്യൂട്ടിൽ ഒരു അമീറ്റർ ശ്രേണി അല്ലെങ്കിൽ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ട്മീറ്റർ റീഡിംഗ് നമുക്ക് രേഖപ്പെടുത്തിയെടുക്കാം, അമീറ്റർ റീഡിംഗ് നമുക്ക് രേഖപ്പെടുത്തിയെടുക്കാം. സപ്പോസ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അമീറ്റർ റീഡിംഗ് I ആണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് വോൾട്ട്മീറ്റർ റീഡിംഗ് V ആണ് എന്നുണ്ടെങ്കിൽ കറണ്ട് I സമം we can say as I is equal to Q by T. അതായത് current will be equal to charge by quantity of charge by time. കറണ്ട് എന്ന് പറയുന്നത് വൈദ്യുത ചാർജ്
ബൈ സമയമാണ്. അതായത് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു പ്രത്യേക പോയിന്റിലൂടെ കടന്നു പോകുന്ന ചാർജിന്റെ അളവിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് ക്യൂയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്താലോ. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. നമുക്കറിയാം ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. സോ വി ക്യാൻ സേ ആസ് Q is equal to IT കൂളോം. ഇനി ഈ സർക്യൂട്ടിലെ വോൾട്ട് മീറ്റർ 1 വോൾട്ട് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സർക്യൂട്ടിലെ ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുവാൻ 1 ജൂൾ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നതെങ്കിൽ വോൾട്ട് മീറ്റർ റീഡിംഗ് 1 വോൾട്ട് ആയിരിക്കും. So the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 1 joule of work is required to move 1 coulomb charge under 1 volt potential difference. അതായത് ഒരു കൂളോം ചാർജിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 ജൂൾ പ്രവൃത്തി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചലിപ്പിക്കണമെങ്കിൽ ചെയ്യപ്പെടേണ്ട പ്രവൃത്തി W സമം V ജൂൾ എന്ന് എഴുതാമല്ലോ. ഇനി ഈ 1 കൂളോം ചാർജ് എന്നുള്ളതിനെ നമ്മൾ Q ആക്കി മാറ്റുന്നു. അതായത് Q കൂളോം ചാർജിനെ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യപ്പെടേണ്ട പ്രവൃത്തി നാം നേരത്തെ പറഞ്ഞതനുസരിച്ച് W സമം Q ഇൻറ്റു V ആയിരിക്കുമല്ലോ. ഇവിടെ W എന്ന് പറയുന്നത് പ്രവൃത്തിയാണെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ടിലെ ബാറ്ററിയാണ് ഇവിടെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ ബാറ്ററി T സെക്കൻഡ് സമയം കൊണ്ട് സർക്യൂട്ടിൽ നൽകുന്ന പവർ എങ്ങനെ കണ്ടെത്താം? ദാറ്റ് ഈസ് പവർ P is equal to W by T. നാം നേരത്തെ പറഞ്ഞതനുസരിച്ച് W സമം QV എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ P is equal to W by T എന്ന ഇക്വേഷൻ നാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദ ഇക്വേഷൻ ബിക്കംസ് P is equal to Q into V by T. നാം നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. That is I is equal to Q by T, quantity of charge by time. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ നാം Q by T ക്ക് പകരം I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So the equation becomes P is equal to VI. ഇനി ഈ സർക്യൂട്ടിൽ ബാറ്ററി ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം P is equal to W by T ആണെങ്കിൽ P into T is equal to W ആണ്. അങ്ങനെയെങ്കിൽ we can change the equation P into T is equal to VIT. So we can change the equation P into T is equal to VIT. P into T എന്ന് പറയുന്നത് W ആയതുകൊണ്ട് we can say it as W is equal to VIT. ഇവിടെ W എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ്. അതായത് ഇവിടെ സർക്യൂട്ടിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് to produce heat എനർജിയാണ്. So we can say as H heat is equal to VIT. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ഹീറ്റ് അല്ലെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നാം കൊടുക്കുന്ന വോൾട്ടേജിന് അനുസൃതമായി കറണ്ട് പ്രവഹിക്കുന്നത് മൂലമാണ്. That is, the heat generated in the circuit is due to the flow of current in accordance with the voltage applied. അതാണ് H is equal to VIT എന്ന ഇക്വേഷൻ കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഈ സർക്യൂട്ടിൽ എന്തുകൊണ്ട് നിക്കറും കമ്പി ചൂടാവുന്നു? അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. H is equal to VIT എന്ന ഇക്വേഷനിൽ നമുക്ക് ഓംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത്
വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഓംസ് ലോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു ഐ ആർ. അങ്ങനെയാണെങ്കിൽ വിക്ക് പകരം നാം ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് വിൽ ബി ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ഈ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന് ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന താപത്തിന്റെ സ്വാധീനം മനസ്സിലാക്കാം. ഈ ഇക്വേഷനാണ് വളരെ ഫേമസ് ആയ ജൂൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ ജൂൾ നിയമത്തിന്റെ ഇക്വേഷൻ എന്ന് പറയപ്പെടുന്നത്, ജൂൾ സമവാക്യം എന്ന് പറയപ്പെടുന്നു. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എന്ന ഇക്വേഷൻ പ്രകാരം ഒരു സർക്യൂട്ടിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 3 ഘടകങ്ങളാണ്. ഒന്ന്, സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ. 2, സർക്യൂട്ടിന്റെ പ്രതിരോധം റെസിസ്റ്റൻസ്. 3, വൈദ്യുതി പ്രവഹിക്കാനെടുത്ത ടൈം. So the heat produced in a current carrying conductor depends on 3 factors. 1, the current through the circuit. 2, the resistance of the circuit. And the third one, the time for which the current is flowing through the circuit. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കണക്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഇക്വേഷൻസിലെ ഓരോന്നിന്റെ യൂണിറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്, ക്യാപിറ്റൽ വി ആയിരിക്കും. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആയിരിക്കും. ടൈം, സമയം, സ്മോൾ ലെറ്റർ ടി ആണ്, അതിന്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് ആയിരിക്കും. മിനിറ്റിലാണ് സമയം തന്നിരിക്കുന്നതെങ്കിൽ അത് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. The time should be converted from minute to second. It can be done by multiplying with 60. അടുത്തത് ഹീറ്റിന്റെ യൂണിറ്റ് എപ്പോഴും ജൂൾ ആയിരിക്കും. വർക്കിന്റെയും യൂണിറ്റ് ജൂൾ തന്നെ ആയിരിക്കും. So we have got 2 equations for heat, that is H is equal to VAT and H is equal to I squared RT. So രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം, that is H is equal to I squared RT പ്രകാരം ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. 1, കറണ്ട്. 2, റെസിസ്റ്റൻസ്. 3, കറണ്ട് പ്രവഹിക്കാനെടുത്ത ടൈം. ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ പരീക്ഷണത്തിലൂടെ തെളിയിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷണ പ്രകാരമാണ് 2 ബീക്കറുകൾ, ഒരേപോലുള്ള ബീക്കറുകൾ, രണ്ടിലും സെയിം ക്വാണ്ടിറ്റി ജലമെടുക്കുന്നു, 100 ml ജലമെടുക്കുന്നു. അതിനുശേഷം ഒരു നിക്രോം വയറും അതുപോലെ തന്നെ കോപ്പർ വയറും, രണ്ടിന്റെയും ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഷുഡ് ബി സെയിം, നീളവും വീതിയും തുല്യമായിരിക്കണം. അവ രണ്ടും സീരീസ് ആയി ബന്ധിപ്പിക്കുന്നു. ഇനി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്, സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു റിയോസ്റ്റാറ്റ് മുഖേന സെല്ലിലേക്ക് സീരീസ് ആയിട്ട് ഒരു അമീറ്ററും കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി റിയോസ്റ്റാറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിക്കാം. റിയോസ്റ്റാറ്റ് ഈസ് യൂസ്ഡ് ടു adjust the value of current in the circuit. ഈ പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, 2 ബീക്കറിലെയും ജലത്തിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സാധാരണ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആയിരിക്കും. അതിനുശേഷമായിരിക്കണം പരീക്ഷണം ആരംഭിക്കേണ്ടത്. നിക്രോം വയറും കോപ്പർ വയറും ബന്ധിപ്പിച്ചിരിക്കുന്നത് സീരീസ് അല്ലെങ്കിൽ ശ്രേണിയിലാണ്. നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്, പ്രതിരോധങ്ങളെ അതുപോലെ വൈദ്യുത ഉപകരണങ്ങളെ നാം സീരീസ് അല്ലെങ്കിൽ ശ്രേണിയിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് വിൽ ബി സെയിം, കറണ്ടിന്റെ അളവ് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിക്രോമിലൂടെയും അതുപോലെ തന്നെ കോപ്പർ വയറിലൂടെയും കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് തുല്യമായിരിക്കും. സർക്യൂട്ട് ഓൺ ചെയ്യുന്നു. സർക്യൂട്ട് ഓൺ ചെയ്തിട്ട് ആദ്യം ചൂടാവുന്നത് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി പ്രവർത്തിക്കുന്നു. Then check in which beaker the temperature rises more. നമുക്ക് മനസ്സിലാവും നിക്രോം വയർ വെച്ചിരിക്കുന്ന ബീക്കറിലെ ജലത്തിന്റെ ടെമ്പറേച്ചർ ആണ് ഉയരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, രണ്ടിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആണ്, പിന്നെ എന്തുകൊണ്ട് നിക്രോം വയറിൽ കൂടുതൽ ഹീറ്റ് ഉൽപ്പാദിപ്പിച്ചു, താപം ഉൽപ്പാദിപ്പിച്ചു? അതിന് കാരണം മറ്റൊന്നുമല്ല, നിക്രോമിന് കോപ്പർ വയറിനേക്കാൾ റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് നിക്രോമിൽ ഉണ്ടാവുന്ന ഹീറ്റ് കൂടുതലാണ്. അപ്പോ H is equal to I squared RT പ്രകാരം നാം പറഞ്ഞു, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ്
ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ റെസിസ്റ്റൻസ് ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമതായി നാം ചെയ്യാൻ പോകുന്ന കാര്യം, റെസിസ്റ്റൻസ് മാറ്റമൊന്നും വരുത്താതെ തന്നെ നാം റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ടിന്റെ വാല്യൂ കൂട്ടുന്നു. നേരത്തെ പ്രവഹിപ്പിച്ച അതേ സമയം തന്നെ നാം കറണ്ട് പ്രവഹിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹീറ്റ് നിക്രോം വയർ മുക്കി വെച്ചിരിക്കുന്ന ബീക്കറിലും അതുപോലെ കോപ്പർ വയർ മുക്കി വെച്ചിരിക്കുന്ന ജലത്തിലും ഉണ്ടാവുന്നതായി കാണാം. അതിന് കാരണം രണ്ടിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. പക്ഷെ നേരത്തെ പ്രവഹിപ്പിച്ച കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ഇപ്പോൾ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടായെന്ന് മാത്രം. അതായത് അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമതായി ചെയ്യേണ്ടത്, നേരത്തെ ഒരു 3-4 മിനിറ്റ് ആണ് നാം വൈദ്യുതി പ്രവഹിപ്പിച്ചതെങ്കിൽ ഇനി ഒരു 5-6-7 മിനിറ്റ് വൈദ്യുതി പ്രവഹിപ്പിക്കുക, സമയം കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ട് ബീക്കറിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാണാം. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കാം. 1 കറണ്ട്, 2 റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം, 3 കറണ്ട് പ്രവഹിക്കാനെടുത്ത ടൈം, the time for which the current is flowing through the conductor. ഇതിൽ നിന്നാണ് H=I²RT എന്നുള്ള ഇക്വേഷൻ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പ്രൂവ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H=I²RT. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജൂൾസ് ലോ ഡിഫൈൻ ചെയ്യാം. ജൂൾസ് ലോ നമുക്കൊന്ന് നിർവചിക്കാം. സ്ക്രീനിൽ നോക്കൂ. സ്ക്രീനിൽ ജൂൾസ് ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും പഠിച്ചത് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്താണെന്ന് പഠിച്ചു. കൂടാതെ ജൂൾ നിയമപ്രകാരമുള്ള 3 ഇക്വേഷൻസ് പഠിച്ചു. 1 H=I²RT, 2 H=VIT, 3 H=V²T/R. കണക്കുകൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ, പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, അതിന്റെ യൂണിറ്റ് വി ആയിരിക്കും, വോൾട്ട് ആയിരിക്കും. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആയിരിക്കും. ദെൻ ടൈം, അതിന്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് ആയിരിക്കും. ദെൻ കറണ്ട് ഐ, അതിന്റെ യൂണിറ്റ് എപ്പോഴും ആംപിയർ ആയിരിക്കും. ഹീറ്റ്, താപം, അതിന്റെ യൂണിറ്റ് എപ്പോഴും ജൂൾ ആയിരിക്കും. സാധാരണയായി താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വൈദ്യുത ഉപകരണങ്ങളിലും ജൂൾ നിയമമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്.